നമസ്കാരം. പ്രധാന വാർത്തകൾ. ജനവാസ കേന്ദ്രത്തിലെ കെട്ടിടത്തിൽ മാലിന്യ സംഭരണം. ദുർഗന്ധം അസഹനീയമായതോടെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ. മാലിന്യവുമായി എത്തിയ ലോറി നാട്ടുകാർ തടഞ്ഞു. പഞ്ചായത്ത് അധികൃതരുടെ പരാതിയെ തുടർന്ന് ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് താമരശ്ശേരിയിലാണ് സംഭവം. രാത്രിയിലാണ് ഇവിടെ മാലിന്യം എത്തിക്കുന്നത്. കോഴിക്കോട് നഗരത്തിലെ മാളുകൾ, ആശുപത്രികൾ, ഫ്ളാറ്റുകൾ എന്നിവിടങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യമാണ് ഇവിടെ എത്തിക്കുന്നതെന്നാണ് ആരോപണം. ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള സാധനങ്ങൾ സംഭരിക്കുന്നതിനാണ് പഞ്ചായത്തിൽ നിന്നും ലൈസൻസ് വാങ്ങിയത്. 2 തവണ ഗ്രാമപഞ്ചായത്ത് ഇവിടെ നിന്ന് മാലിന്യം നീക്കം ചെയ്യാൻ കെട്ടിട ഉടമയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു. ഇത് വകവയ്ക്കാതെ വീണ്ടും മാലിന്യം എത്തിക്കുകയായിരുന്നു. വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം. ആടിനെ കടിച്ചു കൊന്നു. വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവ ആക്രമണം. ഊട്ടിക്കവല പായിക്കണ്ടത്തിൽ ബിജുവിന്റെ ആടിനെ കടുവ കടിച്ചു കൊന്നു. വീട്ടുകാർ ബഹളം വെച്ചപ്പോൾ ആടിനെ ഉപേക്ഷിച്ച് കടുവ പോവുകയായിരുന്നു. വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്ത് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമം ഇന്നും തുടരും. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ മറ്റൊരാടിനെ കൂടി കടുവ കടിച്ചു കൊന്നിരുന്നു. മേഖലയിൽ 4 കൂടും ക്യാമറയും സ്ഥാപിച്ചിട്ടും കടുവ ഇപ്പോഴും കാണാമറയത്താണ്. വനംവകുപ്പിന്റെ മയക്കുവെടി സംഘം കടുവയ്ക്കായുള്ള തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും ഏത് വിധേനയും കൂട്ടിലേക്ക് കടുവയെ കയറ്റാനുള്ള ദൗത്യമാണ് തുടരുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗി ജീവനൊടുക്കി. തലശ്ശേരി സ്വദേശി അസ്കറാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 1:15 വാർഡിലെ ജനലിൽ കൂടി പുറത്തേക്ക് ചാടുകയായിരുന്നു. ഉടൻ കാഷ്വാലിറ്റിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. പാൻക്രിയാസ് സംബന്ധമായ അസുഖത്തിന് 12-ാം തീയതി മുതൽ ഇദ്ദേഹം ചികിത്സയിലായിരുന്നു. റഷ്യൻ കൂലിപ്പട്ടാളത്തിലെ മലയാളി കൊല്ലപ്പെട്ടത് ഡ്രോൺ ആക്രമണത്തിൽ. മൃതദേഹം മരവിച്ച നിലയിൽ, ദേഹത്ത് മുഴുവൻ പാടുകളും. ചികിത്സയിലുള്ള ജെയിൻ സുഹൃത്തിനയച്ച സന്ദേശത്തിലാണ് ഇക്കാര്യം പറയുന്നത്. ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ജെയിൻ. തന്നെ യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ബിന്നിൽ മരവിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. ദേഹത്ത് മുഴുവൻ രക്തം കട്ടപിടിച്ച നിലയിലായിരുന്നു മൃതദേഹം. ഉടൻ തന്നെ ഒപ്പമുണ്ടായിരുന്ന പട്ടാളക്കാർ തന്നെ അവിടെ നിന്നും നീക്കാൻ ശ്രമിച്ചു. ഇതിനിടയിൽ മൃതദേഹം നേരെയാക്കി നോക്കിയപ്പോൾ ശരീരം മരവിച്ച നിലയിലായിരുന്നു. ഡ്രോൺ അറ്റാക്കിലൂടെയാണ് കൊല്ലപ്പെട്ടതെന്ന് മനസ്സിലായി. തിരിച്ചു പോകും വഴി തന്റെ നേർക്കും ഡ്രോൺ ആക്രമണം ഉണ്ടായെന്ന് ജെയിൻ പറഞ്ഞു. പിന്നീട് തന്നെ മോസ്കോയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നുവെന്നും സന്ദേശത്തിൽ ജെയിൻ വ്യക്തമാക്കുന്നു. ആഴ്ചകൾക്ക് മുമ്പാണ് ബിന്നിലിനെയും ജെയിനെയും റഷ്യൻ മുൻനിര പോരാളിയായി നിയമിച്ചത്. ഇതിൽ കുടുംബം ആശങ്ക അറിയിക്കുകയും ഇവരെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടെയാണ് ബിനിൽ യുദ്ധമുഖത്ത് വെച്ച് മരിച്ചതായി എംബസി അറിയിച്ചത്. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കും. നടി ഹണി റോസിനെതിരെ ലൈംഗികാധിക്ഷേപ പരാമർശം നടത്തിയതിന് റിമാൻഡിലായി ജയിലിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കുമോ എന്ന് ഇന്നറിയാം. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ഹൈക്കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഹൈക്കോടതി ബോബിക്ക് ജാമ്യം നൽകരുതെന്ന് സർക്കാർ ആവശ്യപ്പെടും. പരാതിക്കാരിയെ പിന്നാലെ നടന്ന് അപമാനിക്കുകയായിരുന്നുവെന്നും പൊതുപരിപാടിക്കിടെ അനുവാദമില്ലാതെ ശരീരത്തിൽ കടന്നുപിടിച്ചെന്നും പ്രോസിക്യൂഷൻ അറിയിക്കും. എന്നാൽ അത്ര ഗുരുതരമായ ആരോപണങ്ങളല്ല തനിക്കെതിരെ ഉള്ളതെന്നും പോലീസ് ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ചതിനാൽ ജാമ്യം നൽകുമെന്നാകും ബോബി ചെമ്മണ്ണൂരിന്റെ ആവശ്യം.